വയനാട് എംപിയായി പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത പ്രിയങ്ക ഗാന്ധി. ഭരണഘടനയുടെ പതിപ്പ് കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രിയങ്ക വയനാട് എംപിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തത്. കേരള സാരി ഉടുത്താണ് പ്രിയങ്ക തന്റെ കന്നി പാർലമെന്റ് പ്രവേശനത്തിന് എത്തിയത്. ഭർത്താവ് റോബർട്ട് വദ്ര, മക്കൾ റോബർട്ട് വദ്രയുടെ അമ്മ എന്നിവർ പാർലമെന്റിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തി. പാർലമെന്റിൽ ആദ്യ അജണ്ടയായിട്ടായിരുന്നു സത്യപ്രതിജ്ഞ നടത്തിയത്. രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കും അതേപോലെ തന്നെ പാർലമെന്റിലെ ഇന്ത്യ സഖ്യത്തിനും വലിയ ഊർജം നൽകുന്നതാണ് പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് പ്രവേശനം. ഇനിയുള്ള സമര പോരാട്ടങ്ങളിലെ പ്രധാന നേതൃശബ്ദമായി പ്രിയങ്ക ഗാന്ധി മാറും. കൂടാതെ കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ ലോക്സഭാംഗം കൂടിയാണ് പ്രിയങ്ക. ഇതോടുകൂടി സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുൾപ്പെടെ ഗാന്ധി കുടുംബത്തിലെ 3 പേരും പാർലമെന്റിന്റെ ഭാഗമാകുന്നു എന്നതും പ്രത്യേകതയാണ്. വയനാട് വിഷയം പ്രധാനമായും പ്രിയങ്ക ഗാന്ധി എംപിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉയർത്താനാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും ലക്ഷ്യം വെക്കുന്നത്. നവംബർ 30-നും ഡിസംബർ 1-നും പ്രിയങ്ക വയനാട് മണ്ഡലത്തിൽ പര്യടനം നടത്തും. 30-ന് മലപ്പുറം ജില്ലയിലെ സ്ഥലങ്ങളായിരിക്കും പ്രിയങ്ക സന്ദർശനം നടത്തുക. ഡിസംബർ 1-ന് വയനാട് ജില്ലയിലും സന്ദർശനം നടത്തും. 4,10,931 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പ്രിയങ്ക വയനാട്ടിൽ തന്റെ കന്നി അംഗം ജയിച്ചത്. കഴിഞ്ഞ മെയ്യിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയ 3,64,422 വോട്ടിന്റെ ഭൂരിപക്ഷം ഇത്തവണ പ്രിയങ്ക മറികടക്കുകയും ചെയ്തു. രാഹുലിനേക്കാൾ 46,509 വോട്ടാണ് പ്രിയങ്ക അധികം നേടിയത്.